ഇല്ല അവിടെ. എവിടെ വിളിക്കേ? മണി, ഇവിടെ ആരുമില്ലേ? മണി, നീ ഇത് പിടിച്ചേ. മണി, ഇവിടെ ആരുമില്ലേ? മണി ഇവിടില്ലേ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ കണ്ടില്ലേ? ഇല്ല, പക്ഷെ അവനെ കണ്ടിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. എന്താ കാര്യം? അത് ഞങ്ങൾ നേരിട്ട് പറഞ്ഞോളാം. അയ്യോ, അത് ഒടിഞ്ഞു പോകത്തില്ലേ? തനിക്ക് ഇരിക്കാൻ വേറെ ഒരു സ്ഥലവും കണ്ടില്ലേ? എന്നെ കൂടെ അവിടുന്ന്. അല്ല, ഇനി ഇത് ഇവിടെ ഇരുന്നാ ശരിയാവത്തില്ല. ഇതെന്ത് പറ്റി? അമ്മയ്ക്ക് വരാൻ കണ്ട സമയം. നീ വന്നേ. അമ്മച്ചേക്കോട്ട് മാറിക്കേ. പിടിക്കണ. ആ പിടി. അയ്യോ, മണി നിക്കണവിടെ. വഴിയിലൊക്കെയാണ് കൊണ്ട് തെങ്ങ് വയ്ക്കുന്നത്. കൈ കിട്ടിയതായിരുന്നു. ഇനി ജന്മത്തവനെ നോക്കണ്ട, കുളത്തിൽ മുങ്ങി കിണറ്റി പൊങ്ങുന്നവനാ. അങ്ങനെ വിട്ടാ പറ്റില്ല, നിങ്ങൾ വാ. ആ വാ. അമ്മേ, അമ്മേ, വാതിലുറക്ക്. അമ്മേ, ഇതെന്തൊരു ഉറക്കമ്മ, വാതിലുറക്ക്. അമ്മേ. അയ്യോ, പ്രേതം, പ്രേതം. വീടില്ല, ഞങ്ങളുടെ കാശ് തരാതെ ഇവനെ വിടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അതിന് ഞാനല്ലല്ലോ നിങ്ങളുടെ കാശ് വാങ്ങിച്ചത്, രാമേന്ദ്രനല്ലേ? പക്ഷെ കാശ് തരാവുന്ന നീയല്ലേ ഏറ്റത്? എന്താടാ ഇതൊക്കെ? അമ്മേ, ഞാൻ നിരപരാധിയാണ്. അർച്ചന മിൽസ് ജോലി വാങ്ങിച്ചു കൊടുക്കാന്നും പറഞ്ഞ് രാമേന്ദ്രനാണ് ഇവരുടെ നിന്നൊക്കെ കാശ് വാങ്ങിച്ചത്. അർച്ചന മിൽസ് സമരം മൂലം പൂട്ടിപ്പോയതുകൊണ്ട് ഇവർക്കാർക്കും ജോലി കിട്ടിയതുമില്ല. രാമേന്ദ്രൻ ഗൾഫിൽ പോവുകയും ചെയ്തു. അതിന് ഇവര് നിന്നെ പിടികൂടുന്ന എന്തിനാ? ഞങ്ങൾ അവനെ പിടികൂടിയതാ. ഇവൻ വന്ന് ജാമ്യം നിന്നോണ്ടാണ് അവനെ വിട്ടത്. അതവൻ ഗൾഫിൽ എത്തിയാൽ ഉടനെ കാശ് അയച്ചു തരാന്ന് പറഞ്ഞതുകൊണ്ടാ. ആ കാശ് ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. അതിനവൻ അയച്ചു തരണ്ടേ? ഇത്രയും നാളായിട്ട് ഒരു കത്ത് പോലും അവൻ അയച്ചിട്ടില്ല. അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. കാശ് തരാമെന്ന് നീ ഏറ്റതാ. ഇനി ഞങ്ങളുടെ കാശ് കിട്ടാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ പ്രശ്നമേ ഉദിക്കുന്നില്ല. കയറി വേണം. എന്തിനാടാ ഈ ഏടാകുടത്തിനൊക്കെ പോകുന്നത്? എന്നാ ഈ ഒരു വാക്ക് ജാമ്യം നിൽക്കുന്നതിന് മുമ്പ് ഈ തലയ്ക്ക് നേരത്തെ രാജുട്ടില്ലേ ഇവിടെ? എടാ രാജുട്ടി, രാജുട്ടില്ലേ ഇവിടെ? രാജുട്ടി, ആരാ? രാജുട്ടില്ലേ ഇവിടെ? ഇല്ലല്ലോ, പുറത്തു പോയിരിക്കാ. എപ്പോ വരും? 1-2 ആഴ്ച കഴിഞ്ഞേ വരൂ. വരുമ്പോ ആര് വന്നെന്ന് പറയണം. മാത്തുണ്ടി വന്നിട്ട് പോയിന്ന് പറഞ്ഞാരെ. ആ ശരി. നിന്നേക്കാൾ വലിയ ചെറ്റകൾക്ക് മാത്തുണ്ടി കാശ് കൊടുത്തിട്ടുണ്ട്, പലിശ സഹിതം തിരിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇമ്മാതിരി തന്തിയില്ലാത്തവരം എന്നോട് ഇതുവരെ ആരും കാണിച്ചിട്ടില്ല. മാത്തുണ്ണേട്ടൻ ക്ഷമിക്കണം. മാത്തുണ്ണേട്ടന്റെ മുഖത്ത് നോക്കി ഒരു അവധി പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടാ. ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല. അടുത്ത പ്രാവശ്യം മാത്തുണ്ണേട്ടൻ വരുമ്പം തീർച്ചയായും ഞാൻ നിനക്ക് തരുന്ന അവസാനത്തെ അവധിയാണിത്. 24 മണിക്കൂറിനാവും എന്റെ കാശ് വീട്ടിലെത്തിച്ചില്ലെങ്കിൽ. രാമേന്ദ്രന്റെ ഡ്രാഫ്റ്റ് ഇതുവരെ വന്നില്ല. ഡ്രാഫ്റ്റ് വന്നാലുടൻ ഞാൻ വീട്ടിലേക്ക് എത്തിച്ചേക്കാം. എടാ 2 കൊല്ലമായില്ലേ ഈ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ് എന്നെ കുരങ്ങി കളിപ്പിക്കുന്നത്. ഇനി അത് നടക്കൂല. പറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് എന്റെ പൈസ കിട്ടണം, അല്ലെങ്കിൽ ഈ മാത്തുണ്ണി ആരാണെന്ന് നീ അറിയും. രണ്ടുപേരെ ഒത്തു കിട്ടിയല്ലോ. ഞാൻ ദാസൂട്ടിയെ വിളിച്ചോണ്ട് അങ്ങോട്ട് വരാതിരിക്കുന്നു. അങ്ങോട്ട് വന്നിട്ട് എന്തിനാ? അല്ല, വീട്ടിൽ 1-2 ഫ്രണ്ട്സ് വന്നു. അപ്പൊ കുറച്ച് കാശിന്റെ അത്യാവശ്യം. വെറുതെ വേണ്ട, ഇവന്റെ ജാമ്യത്തിൽ തന്നാ മതി. രാമേന്ദ്രന്റെ ഡ്രാഫ്റ്റ് വന്നാൽ ഉടനെ മടക്കി തരാം. ഒരു വീക്കേ വെച്ചേരും. ഡ്രാഫ്റ്റ് എന്നൊരു വാക്ക് എന്നോട് മിണ്ടിപ്പോരുത്. ഡ്രാഫ്റ്റിന് ഇനി വേറെ വല്ല അർത്ഥമുണ്ടോ?
നീയും കൂടെ വന്ന് കരഞ്ഞു പറഞ്ഞിട്ടല്ലേ രാമേന്ദ്രനെ ഗൾഫിൽ പോകാൻ വേണ്ടി ഞാൻ അയാളുടെ നിന്ന് കാശ് വാങ്ങിച്ചത്. എന്നിട്ട് ഇപ്പൊ എന്തായി? ദിവസമായിട്ട് തെറിയൊക്കെ ഞാനുണ്ടല്ലോ. അതൊന്നും പറയണ്ട. രാമേന്ദ്രനെ ഗൾഫിൽ അയച്ചിട്ട് അവന്റെ പെങ്ങളുടെ പുറകെ ധൈര്യമായിട്ട് നടക്കാൻ വേണ്ടിട്ടല്ലേ? ഒരുമാതിരി ചെറ്റ വർത്താനം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കരുത്. രാമേന്ദ്രൻ ഗൾഫിൽ ചെന്ന് പറഞ്ഞ കാശ് അയച്ചേരും, തൊട്ടുപുറകെ എനിക്ക് നിനക്ക് വിസ അയച്ചേരും എന്നൊക്കെ നീ തന്നെയല്ലേ പറഞ്ഞത്? അതിന് ഞാൻ അറിഞ്ഞു അവനിങ്ങനെ ചതിക്കുന്നു. ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്ക്. ഞാൻ രാമേന്ദ്രന് വേണ്ടി ജാമ്യം എന്ന വകയിൽ 4 പയ്യന്മാരില്ലേ, ലവന്മാര്, അവന്മാർ ഇന്നലെ തൊട്ട് എന്റെ വീട്ടിൽ കയറി താമസം ആരംഭിച്ചിരിക്കുക. മുഴുവൻ തുകയും കൊടുക്കാതെ അവന്മാർ വീട്ടിൽ നിന്ന് ഇറങ്ങി തരത്തില്ലെന്ന്. ഈ രാമേന്ദ്രൻ കാരണം നാട്ടിലും വീട്ടിലും ജീവിക്കാൻ വയ്യാത്ത ഗതിയായല്ലോ. അളയാ, കാര്യങ്ങൾ ഇവിടം വരെ എത്തിയ നിലയ്ക്ക് നമുക്ക് രാമേന്ദ്രന്റെ വീട്ടിൽ ചെന്ന് അവന്റെ അച്ഛനോട് കാര്യം പറഞ്ഞാലോ? അയാൾ ഇടപെടട്ട്. ഇത്രയും കാലം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തില്ലേ? നന്നായിരിക്കും. രാമേന്ദ്രന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ മുട്ടുകാല് തല്ലി ഒടിക്കുന്ന അവന്റെ തന്ത പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ഒന്ന് പോയി നോക്കിയാലോ? വേണ്ട, ഇനി ഇതും പറഞ്ഞ് എങ്ങും പോണ്ട. അവൻ നമ്മക്കിട്ട് വേല വെച്ചെങ്കിൽ അവനെ കൊണ്ട് തന്നെ നമുക്ക് ഇതിനൊക്കെ സമാനം പറയിപ്പിക്കണം. അതിനവൻ ദുബായിലല്ലേ? ആയിക്കോട്ടടാ. രാമേന്ദ്രൻ ഇവിടെ ഇല്ലെങ്കിലും അവനെയും കൊണ്ട് സമാധാനം പറപ്പിക്കാനുള്ള വഴി നമുക്ക് കണ്ടുപിടിക്കാം. നീ വാ, വാടാ. മതി, അതിങ്ങിട്ടാ. ഇനി അഡ്രസ് പറ. ആരുടെ അഡ്രസ്? ഗോർബച്ചോല്ലേ? നിന്റെ അഡ്രസ് പറയാൻ. ആ, അത് ശരി. TV മണികണ്ഠൻ. TV മണികണ്ഠൻ. മണികണ്ഠൻ, തേയിലക്കാട്ട് വീട്, കുറ്റിക്കാട്ടുകര. കുറ്റിക്കാട്ടുകര, അനന്തപുരം. കറക്റ്റ് രാമേന്ദ്രന്റെ കൈയക്ഷരം പോലില്ലേ? അത്ര കറക്റ്റ് കൈയക്ഷരമാണെന്നില്ല. രാമേന്ദ്രന്റെ കൈയക്ഷരം അവർക്കറിയോ? അങ്ങനെയല്ല, എന്ത് ജോലി ചെയ്യുമ്പോഴും അത് കറക്റ്റ് ആയിരിക്കണം. ഫ്രം രാമചന്ദ്രൻ. ഇനി അഡ്രസ് പറ. അത് ഞാൻ ദുബായിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, അടുത്ത ഫ്ലൈറ്റ് കയറി ദുബായ് പോയി അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. ഇങ്ങനെ ഏതെങ്കിലും സ്ഥലത്തിന്റെ പേര് പറയാൻ. ഏതെങ്കിലും സ്ഥലത്തിന്റെ? ഏതെങ്കിലും ആവുമ്പോ റിയാൽ ജംഗ്ഷൻ, ദർഹം റോഡ്. അയ്യടാ, എടാ, ഈ റിയാലും ദർഹവും ഒക്കെ അവിടുത്തെ നാണയത്തിന്റെ പേരല്ലേ? അങ്ങനെയൊക്കെ സ്ഥലത്തിന് പേരുണ്ടാവൂ? ഉണ്ടാവും. ഇപ്പൊ ഇവിടുത്തെ നാണയത്തിന്റെ പേര് രൂപ എന്നല്ലേ? അത് ഇവിടുത്തെ പെണ്ണുങ്ങൾ കിട്ടുന്നില്ലേ? നീ കേട്ടിട്ടില്ലേ? രൂപ, ഗാംഗുലി. അതൊന്നും വേണ്ട. അലൈക്കും അസ്സലാം റോഡ്, ദുബായ്. കറക്റ്റ്. ഓക്കെ. അപ്പോ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, എല്ലാം കൃത്യമായിരിക്കണം. കൂടുതലായി ഞാൻ വല്ല ഡയലോഗും പറയണു. എന്തിന്? അല്ല, ഒരു ഒറിജിനാലിറ്റിക്ക്. ഒരൊറ്റ ചവിട്ടിയാൻ വെച്ചത്. അയ്യോ, അത്രയും വലിയ ഡയലോഗ് പറയണോ? അത് ഡയലോഗ് അല്ല, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഇപ്പൊ പറഞ്ഞത്. ഞങ്ങൾ പറയുന്നങ്ങ് ചെയ്താൽ മതി. ഓവറാക്കി ചളവാക്കണ്ട. തകത്തോടി. അതല്ലേ. ചീട്ട് കളിക്കാം. അല്ല, ഞങ്ങൾ പന്ത് കളിക്കുക. ഇവിടെയൊക്കെ ഇതിനെ ചീട്ട് കളിന്നാ പറയുന്നത്. ഇത് പറ്റത്തില്ല. ജോക്കർ വന്നിരിക്കുന്നത്. ചീട്ടോട്ട് വരുന്നത് കാശ് വെച്ചുള്ള കളിയാ. പൈസ വെച്ചെടുക്കാൻ വല്ല ആൾക്കാരും പോയി കളിക്കണം. എങ്കിൽ നിങ്ങളുടെ കാശ് ഇടും. എന്റെ കാശ് തരാൻ പറ്റില്ല. എന്തോ നിന്നെ ഞാൻ വെറുതെ വിടുന്ന കടക്കാരനും പോയി എന്നെ കൊച്ചാക്കരുത്. എന്താ പ്രശ്നം? എന്താ പ്രശ്നമോ? കാര്യം പറ. ജോലിക്ക് വേണ്ടി കാശ് കൊടുത്തിട്ട് വർഷം എത്രയെന്നറിയോ? ഇപ്പൊ കാശുമില്ല, ജോലിയില്ല. എന്റെ പെങ്ങളുടെ കല്യാണത്തിന് വെച്ചിരുന്ന കാശാ സുഹൃത്തുക്കളെ ഈ തെണ്ടിക്കെടുത്ത് കൊടുത്തത്. ഇവനൊന്നും മനസ്സിലാവത്തില്ല എന്റെ വിഷമം. ഞാൻ നിന്റെ ഡെഡ് ബോഡി കൊണ്ട് എന്താണിത്? തന്നെ പോലെ തന്നെ ജോലിക്ക് വേണ്ടി പൈസ കൊടുത്തവരാ ഞങ്ങളും. തന്റെ പൈസ ഞങ്ങൾ മേടിച്ചു തരാം. ഉറപ്പാണോ? ഉറപ്പ്. ഒരു കത്തുണ്ട്. ഇത് രാമേന്ദ്രന്റെ കത്താണല്ലോ. അത് ശരി. അപ്പൊ കത്തും ഡ്രാഫ്റ്റും ഒക്കെ വരുന്നുണ്ട്. നീ ഞങ്ങളെ പറ്റിക്കായിരുന്നല്ല? പ്രിയപ്പെട്ട മണിക്ക് രാമേന്ദ്രൻ എഴുതുന്നു. ഞാനിവിടെ ലക്ഷങ്ങൾ സമ്പാദിച്ചു കൂട്ടുന്നതിനിടയ്ക്ക് നിങ്ങളെയൊക്കെ മറന്നു കളഞ്ഞു എന്ന് കരുതരുത്. നീയും ഞാനും ഉൾപ്പെടെയുള്ള നമ്മുടെ ഗ്രാമത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ. അതെ, പൂട്ടിക്കിടക്കുന്ന അർച്ചന മിൽസ് ഏറ്റെടുത്ത് നടത്താൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ ഒരു ഷേക്കാണ് പണം മുടക്കാമെന്ന് ഏറ്റിരിക്കുന്നത്. ഞാൻ ജോലി കൊടുക്കാമെന്ന് ഏറ്റിരുന്ന 3-4 ചെറുപ്പക്കാരില്ലേ, അവരോട് പറയണം അവരുടെ കണ്ണീരൊപ്പാൻ ഈ രാമേന്ദ്രൻ തിരിച്ചു വരുന്നുണ്ടെന്ന്. ശേഷം നേരിൽ രാമേന്ദ്രൻ.
നമ്മൾ രക്ഷപ്പെട്ടു. രാമേന്ദ്രൻ വന്ന് അർച്ചന മിൽസ് തുറന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ ജോലി കിട്ടുമെന്ന് ഉറപ്പാ. ഇപ്പൊ സത്യം എന്താണെന്ന് മനസ്സിലായല്ലോ. ആരും വിഷമിക്കണ്ട. ഈ വീടും പോരയിടവും വിറ്റിട്ടാണെങ്കിൽ ശരി, നാളെ തന്നെ എല്ലാവരും പണം തന്നേക്കാം. അഭിമാനമാണ് വലുത്. അയ്യോ, ഞങ്ങൾക്ക് പണം ഒരു പ്രശ്നമല്ല. ആണോ? അല്ല, രാമേന്ദ്രൻ വന്ന് മില്ല് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഒരു ജോലി. ഞങ്ങൾക്ക് ജോലി മതി. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. റിയലി സോറി. സാരമില്ല. ഇത്തരം അനുഭവങ്ങൾ ജീവിതത്തിൽ ഇനിയും വരാവുന്നതേ ഉള്ളൂ. അപ്പോഴൊക്കെ നിങ്ങൾ ആത്മസംയമനം പാലിക്കണം. ഏതായാലും തൽക്കാലം നമുക്കിവിടുന്ന് പോവാം. ജോലി കിട്ടുമെന്ന് ഉറപ്പായല്ലോ. സംഗതി നമ്മുടെ കൈവിട്ട് പോയെന്നാ തോന്നണേ. ഓട്ടടാ, അതിനല്ലേ നമ്മൾ ഈ കളിയൊക്കെ കളിച്ചത്. അയ്യോ, എല്ലാരും കൂടി രാമേന്ദ്രന്റെ വീട്ടിലേക്കാ പോയിരിക്കുന്നത്. സംഗതി കൂടുതൽ കുഴപ്പമാവും. ഒരു കുഴപ്പമില്ല. ഒരു കത്ത് ഞാൻ അവന്റെ വീട്ടിലേക്ക് വെച്ച് കാച്ചിട്ടുണ്ട്. അതേടാ, ഇപ്പൊ പന്ത് രാമേന്ദ്രന്റെ അച്ഛന്റെ കയ്യിലാ. ഇനി അവര് തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ചോളൂ. അതെ, രാവണുമേനൻ തന്നെ. എന്താ തന്റെ പേര് പറഞ്ഞു പഠിക്കുക? ഞാൻ ചോദിച്ചത് താൻ കേട്ടില്ലേ? എല്ലാവരും ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് രാവണനെ പോലെ 10 തലയൊന്നുമില്ല. എന്റെ വിവരം വല്ലത് കത്തിലുണ്ടോ എന്നാ ചോദിച്ചത്. ഓ, തന്റെ വിവരക്കേടൊക്കെ എന്റെ മകന്റെ കത്തിൽ എന്തിനാണോ എഴുതണേ? അതല്ല, എന്നെ കുറിച്ച് രാമേന്ദ്രൻ വല്ലതും കത്തിൽ എഴുതിയിട്ടുണ്ടോന്ന്. ഇതേ ഒരു പ്രാവശ്യം കൂടി ഞാൻ ഈ കത്ത് വായിക്കാം. ഇതും കൂടി കൂട്ടി 26ാമത്തെ പ്രാവശ്യം ഞാൻ അത് വായിക്കണേ. എത്രയും പ്രിയപ്പെട്ട അച്ഛനും അമ്മയും സഹോദരിയും അറിയുന്നതിന് രാമചന്ദ്രൻ എഴുതുന്നത് എന്തെന്നാൽ അവൻ അവിടെ സുഖ ഷേക്കിനോട് സ്വന്തം മോനെ പോലെയാ. അല്ലെങ്കിൽ ഇത്രയും കാശ് രാമേന്ദ്രന് വേണ്ടി ആരെങ്കിലും മുടക്കോ? അവനും അതേ സ്നേഹം അങ്ങോട്ടും കാണും. എത്ര ആയാലും എന്റെ സ്വഭാവം ഇത്രയെങ്കിലും അവന് കിട്ടാതിരിക്കുമോ? പിന്നെ 10 ഗുണം 10 ഗുണം എന്നല്ലേ? എന്റെ നേർച്ചയ്ക്കും കാഴ്ചയ്ക്കും ഒക്കെ ഫലം ഉണ്ടായി. ഇല്ല, ഫലം ഉണ്ടാവുമെന്ന് തോന്നണില്ല. അതെന്താ അങ്ങനെ? എടോ, തന്റെ കാശ് കുറച്ചായിട്ട് അയച്ചു തന്നാ അതുകൊണ്ട് ഫലം ഉണ്ടാവുമെന്ന് അവന് തോന്നുന്നില്ലാന്ന്. ഒരു കാര്യം ഞാൻ ഏറ്റു, അവൻ വന്ന ഉടനെ തന്റെ കാശ് ആദ്യം വാങ്ങിച്ചു. രാമേന്ദ്രൻ സ്നേഹമുള്ളവനാ. അതുകൊണ്ടല്ലേ അവൻ വന്ന് ചോദിച്ചപ്പോ യാതൊരു ഈടുമില്ലാതെ ഞാൻ അവന് പണം കൊടുത്തത്. അന്ന് ഞാനത് ചെയ്തുകൊണ്ടാ രാമേന്ദ്രൻ ഇത്രയും വലിയ ആളായതും കൂട്ടിക്കിടക്കുന്ന അർച്ചന മിൽസ് തുറക്കാൻ പോണത്. എന്നാ തന്റെ ഒരു പ്രതിമ ഉണ്ടാക്കി അർച്ചന മിൽസിന്റെ മുമ്പിൽ വെക്കാൻ പറയാം. എന്താ? സംഘടനാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നേതാക്കന്മാരെല്ലാം ആശുപത്രിയിലായതിനാലാണ് ഈ കരട് പ്രമേയം അവതരിപ്പിക്കാനുള്ള ചുമതല എന്നിൽ നിക്ഷിപ്തമായത്. അർച്ചന മിൽസിന്റെ പുതിയ മാനേജ്മെന്റ് ആരായിരുന്നാലും പഴയ തൊഴിലാളികളായ എല്ലാവരെയും മുൻകാല പ്രാബല്യത്തോടുകൂടി ജോലിയിൽ തിരിച്ചെടുക്കണം. അപ്പൊ മരിച്ചുപോയ തൊഴിലാളികളുടെ കാര്യമോ? മരിച്ചവരുടെ കാര്യം നോക്കാൻ ഇത് ചിത്രഗുപ്തന്റെ ഓഫീസല്ല, യൂണിയൻ ഓഫീസാണ്. പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് വായിച്ചില്ലേ? മരിച്ചുപോയ തൊഴിലാളികളുടെ ആശ്രിതർക്ക് ജോലി കിട്ടുന്ന കാര്യമാണ് ഞാൻ ചോദിച്ചത്. ശരിയാ, അത് ന്യായമായ ആവശ്യമാണ്. അതിനുവേണ്ടി ജില്ലാതലത്തിൽ ശക്തമായ പിരിവ് സംഘടിപ്പിക്കും. അതാണല്ലോ മെയിൻ. മരിച്ചുപോയ എല്ലാ തൊഴിലാളികളുടെ ആശ്രിതർക്കും ഇവിടെ ജോലി കിട്ടണം. കൂടാതെ 60% ശമ്പള വർധനവ്, 18% ബോണസ്, ഓവർ ടൈം അലവൻസ്, ഹൗസ് റെന്റ് അലവൻസ്, ക്യാൻറ്റീൻ അലവൻസ്, വാഷിംഗ് അലവൻസ്, സ്കൂൾ അലവൻസ്, ഹോളിഡേ വേജസ്, വിനോദ ബത്ത, യാത്രാ ബത്ത തുടങ്ങിയ ന്യായമായ അവകാശങ്ങൾ അംഗീകരിപ്പിച്ച് കിട്ടുന്നതിനു വേണ്ടി നാം ഇപ്പോഴേ സമരതന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴേ ഇത് തുടങ്ങിയ കമ്പനി വാങ്ങാൻ വരുന്നവർ പേടിച്ചോടൂലേ? ഓടട്ടോ ഓടട്ടെ, പേടിയുള്ളവനൊന്നും ഇവിടെ ഒരു തൊഴിൽ സ്ഥാപനം നടത്തണ്ട. അങ്ങനെ മിടുക്കനാകണ്ട. എന്നാലും കടുപ്പെടുത്തും പിടിക്കേണ്ട നേതാവേ. 3 കൊല്ലമായില്ലേ കമ്പനി പൂട്ടിയിട്ടിട്ട്. ഇനി പട്ടിണി കിടക്കാൻ വയ്യ. നമുക്ക് ആവശ്യത്തുള്ളത് കിട്ടിയാൽ മതി. അത് താനാണോ തീരുമാനിക്കേണ്ടത്? തനിക്ക് എന്താ കിട്ടട്ടെ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്, മനസ്സിലായോ? അല്ലാതെ എഴുന്നേറ്റ് പോടോ. ആദ്യം രാമേന്ദ്രൻ ഒന്നും ഇങ്ങോട്ട് എത്തിക്കോട്ടെ, അത് കഴിഞ്ഞിട്ടാകാം സമരമുറകളൊക്കെ. இந்த அர்ச்சனா மில்ஸ் ஓனரோட வீடுங்க. அர்ச்சனா நாயரோட வீடம். ஆமா. ഈ വളവെടുത്ത് നേരെ വടക്കോട്ട് പോയാൽ മതി. ശരി. അത് രാമേന്ദ്രനല്ലേ? രാമേന്ദ്രനെ കണ്ട എനിക്ക് അറിഞ്ഞൂടെ.
താൻ കണ്ട ഡ്രൈവറെയാ കാറിന്റെ പിൻസീറ്റിലിരുന്നത്. അത് രാമേന്ദ്രനാണോ? പിന്നല്ലാതെ ഇവിടെ ഇപ്പൊ ബെൻസുകാരിൽ വേറെ ആര് വരാനാടോ? ഡ്രൈവറോട് ചോദിച്ചാൽ അറിയാമല്ലോ. രാമേന്ദ്രൻ എവിടെ? രാമചന്ദ്രൻ മടിയിലിട്ടായ പേര് വെച്ചാ? അതേടാ, അവനെ എന്റെ മടി വെച്ച് തന്നെ പേരിട്ടിരിക്കണേ. എന്താ നിനക്ക് സംശയമുണ്ടോ? അവൻ എവിടെയെന്ന് പറയടാ. എടാ പറയാൻ. മുതലാളി വന്ന് ഉള്ളേ ഇருக்கு. എന്നാ നേരത്തെ പറഞ്ഞൂടെ? வணக்கம், நான் தான் ராமச்சந்திர செட்டியார். കമ്പനി വാങ്ങാൻ വന്ന രാമേന്ദ്രൻ എന്ന് കരുതിയ? ஆமா, கம்பெனி வாங்கத்தான் வந்தேன். அதுக்கு என்ன? കമ്പനി ഏറ്റെടുത്ത് നടത്താൻ പോവാണോ? இந்த கேரளாவிலேயே கம்பெனியா? அப்படி ஒரு புத்தி மோசம் நான் செய்ய மாட்டேன். நான் இது பொழிச்சு கொண்டு போக போறேன். டிரைவர், வண்டி எடுப்பா. എന്തായാലും പറഞ്ഞ കമ്പനി പൊളിച്ചോണ്ട് പോവാൻ പോവാന്നോ? ചതി, വഞ്ചന, അർച്ചനാമിസ് മാനേജ്മെന്റ് നീതിപാലിക്കുക. നീ എന്തിനീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ആരെങ്കിലും എന്തിന്റെങ്കിലും പുറകെ പോയി തൂങ്ങട്ടടാ. നമ്മുടെ തലേന്ന് പോട്ടടാ ഈ പണ്ടാരം. പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത തൊഴിലാളികളെ കമ്പനി പൂട്ടി പട്ടിണിക്കിടുവാനാണ് അന്നത്തെ മാനേജ്മെന്റ് തീരുമാനിച്ചത്. ഇന്ന് കമ്പനി ഇവിടെ നിന്നും പൊളിച്ചു മാറ്റി തൊഴിലാളികളുടെ പട്ടിണി ഒരു തുടർക്കഥയാക്കി മാറ്റുവാൻ മാനേജ്മെന്റ് ശ്രമിക്കുന്നു. ഈ ഹീനമായ നടപടി തൊഴിലാളികൾ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ മുതലാളിയെ കണ്ടിട്ട് വരാം. ഒരു തീരുമാനം എത്രയും പെട്ടെന്നുണ്ടാകും. അതുവരെ നിശബ്ദരായിരിക്കണം. വാ വാ വാ. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ അർച്ചനെ, കമ്പനി വിൽക്കാനൊന്നും പോണ്ടെന്ന്. ഈ നാട്ടുകാർ അതിനൊന്നും സമ്മതിക്കത്തില്ല മോളെ. കമ്പനി തുറക്കാൻ സമ്മതിക്കാത്തതും ഈ നാട്ടുകാർ തന്നെയല്ലേ. പിന്നെ നമ്മുടെ കമ്പനി വിൽക്കുന്നതിൽ ഇവരുടെയൊക്കെ സമ്മതം എന്തിനാ? ഒരു നിവേദക സംഘം താഴെ വന്നിരിപ്പുണ്ട്. അർച്ചനയെ കാണണമെന്ന് പറയുന്നു. കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്ക്. നീ ഇങ്ങനെ വാശി പിടിക്കില്ലേ അർച്ചനെ? പിന്നെ ഞാൻ അവരുടെ കാല് പിടിക്കണമെന്നാണ് അമ്മ പറയുന്നത്. കാല് പിടിക്കണമെന്നല്ല പറഞ്ഞത്. അവർക്ക് എന്താ പറയാനുള്ളതെന്ന് കേട്ടുകൂടെ? നിങ്ങൾ രണ്ടാളും പോരെ കാര്യങ്ങൾ സംസാരിക്കാൻ? ഞാനും ദാസൂട്ടിയും ഗേറ്റിന് പുറത്ത് നിൽക്കാം. ഓ, ഇനി ഗേറ്റിന്റെ പുറത്തൊക്കെ കയറി നിന്ന് ഉള്ളതും കൂടി ഇല്ലാണ്ടാക്കണം. ഇവിടെ വല്ലയിടത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കണം. ഇരിക്കണമെന്നും ചായ കുടിക്കണമെന്നൊക്കെ ഉണ്ട്. അത് ഇനി ഒരിക്കലാവട്ടെ. ഞങ്ങൾ വന്നത് കമ്പ് അറിയാം. കമ്പനി വിൽക്കാൻ പോകുന്നത് തടയാൻ അല്ലേ? അയ്യോ, ഞങ്ങളങ്ങനെ തടയാനൊന്നും വന്നതല്ല. പിന്നെ ഇത്രയും നേരം ബഹളം ഉണ്ടാക്കിയതിന്റെ അർത്ഥം? ബഹളം ഉണ്ടാക്കിയതല്ല, ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചതാണ്. ഒരു രസത്തിന് അല്ലേ? എന്തിനായാലും അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. കമ്പനി ചെട്ടിയാർക്ക് വിൽക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അത് നടക്കില്ല. വൈ? കമ്പനി പൊളിച്ചു മാറ്റാനുള്ള ശ്രമത്തെ ഇവിടുത്തെ ജനങ്ങൾ ചെറുത്ത് നിന്ന് തോൽപ്പിക്കും. എന്നെ തോൽപ്പിക്കാനാണ് നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതിനുവേണ്ടി ഒരു രാമചന്ദ്രന്റെ കഥയുണ്ടാക്കി നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത് ആരാണെന്ന് എനിക്കറിയാം. മാഡം പറയുന്ന പോലെ രാമേന്ദ്രൻ ഒരു കഥയല്ല. അവൻ എന്റെ സ്വന്തം മോനാ. അവൻ ദുബായിൽ ഒരു ഷെയ്ക്കുമായിട്ട്. കൂടുതൽ വിശദീകരണങ്ങളൊന്നും വേണ്ട. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്ന് പറഞ്ഞാ ഇനി ഇതിനു വേണ്ടി ആരും ഇവിടെ നിൽക്കണമെന്നില്ലെന്ന്. നിക്കവിടെ. തന്റെ കൊച്ചമ്മയോട് പറഞ്ഞേരെ തൊഴിലാളികളുടെ ശക്തി എന്താണെന്ന് ഞങ്ങൾ അവരെ മനസ്സിലാക്കി കൊടുക്കുമെന്ന്. വാ, നിൽക്കൂ. ഇനി ഇതും പറഞ്ഞ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. നിങ്ങളീ പറയുന്ന രാമേന്ദ്രൻ എന്ന് വരും? ഒരു 2 മാസത്തിനുള്ളിൽ വരും. ശരി, 2 മാസം കഴിഞ്ഞിട്ടേ ഞങ്ങൾ എന്തെങ്കിലും തീരുമാനം എടുക്കൂ. പോരെ? അല്ല, 2 മാസത്തിനുള്ളിൽ രാമേന്ദ്രൻ വന്നില്ലെങ്കിൽ നിങ്ങൾ കമ്പനി വേറെ ആർക്ക് വേണമെങ്കിലും വിറ്റോ അല്ലേ? അതെ അതെ. അപ്പൊ ഞങ്ങൾ ഇറക്കട്ടെ. ഓ,